Once again, welcome back to my video blog. My name is Ibad Rahman. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആദ്യ സമയങ്ങളിൽ നമ്മുടെ വീഡിയോ തുടങ്ങിയത്. ഇനി കുറച്ച് നാളും നമ്മളിങ്ങനെ ഇൻട്രോ പറഞ്ഞു നോക്കാമെന്ന് വിചാരിച്ചു. പലപ്പോഴും പല സ്മാർട്ട് ഫോൺസ് നമ്മൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് മാത്രമാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇനി ആ പരിപാടി നിർത്തി പൂർണ്ണമായിട്ടും ഒരു കസ്റ്റമർക്ക് ഇത് പ്രയോജനകരമാണോ, ഈ വീഡിയോ കസ്റ്റമർ വാങ്ങിക്കാൻ പോകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ അവർക്ക് പ്രയോജനകരമാകണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത് Asus ZenFone 6 ആണ്. ഒരുപാട് നാളായല്ലോ കിട്ടിയിട്ട്, തനിക്ക് എപ്പോഴാണോ കിട്ടിയതെന്ന് ചോദിക്കരുത്. നമ്മുടെ കയ്യിൽ ചില സമയങ്ങളിൽ ചില ഫോണുകൾ, ചില PR കമ്പനീസ് ഒരുപാട് നാൾ കഴിഞ്ഞ് അയച്ചു തരാറുള്ളൂ. അതെന്താണ് എന്നുള്ള കാര്യം അത് അവരോട് തന്നെ ചോദിക്കണം. എന്തായാലും നമ്മൾ ഇന്ന് Asus ZenFone 6നെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. നല്ലതും പറയും, പോരായ്മയും പറയും, ഉള്ളതുപോലെ പറയും. ആദ്യമായിട്ട് നമുക്ക് പറയുന്നത് ഡിസൈനിനെ കുറിച്ചാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡിസൈനാണ്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് ആണ്. അലൂമിനിയം ഫ്രെയിമോട് കൂടിയിട്ടുള്ളതാണ് ഇതിൻ്റെ ഡിസൈൻ. ഫ്രണ്ട് ആൻഡ് ബാക്ക് ഗ്ലാസ് എന്ന് പറയുമ്പോൾ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ബാക്കിൽ കേട്ടോ, കോണിംഗ് ഗൊറില്ല ഗ്ലാസ് ബാക്കിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ ഈ സ്ക്രീനിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. എന്താണ് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രത്യേകതയാണ് നമ്മൾ നോക്കുന്നത്. ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6 എന്ന് പറയുന്നത്. അത് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ, ബാക്കിലില്ല. ബാക്കിൽ കോണിംഗ് ഗൊറില്ല ഗ്ലാസ് എന്ന് മാത്രമാണ് കമ്പനി മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇത് കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6നെ കുറിച്ച് പറയുമ്പോൾ 1 മീറ്റർ ഫീറ്റിൽ നിന്ന് നമ്മളുടെ ഫോൺ താഴെ വീഴുകയാണ് എന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ ഡിസ്പ്ലേക്ക് യാതൊരുവിധ കംപ്ലൈൻറ്റും ഇല്ല എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലും കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. സോ ഇനി നമുക്ക് പറയേണ്ട കാര്യം ഇതിൻ്റെ വെയിറ്റിനെ കുറിച്ചാണ്. 190 ഗ്രാം ആണ് ഇതിൻ്റെ വെയിറ്റ്. കുറച്ച് വെയിറ്റ് കൂടുതലാണ്, അതിൽ യാതൊരുവിധ സംശയമില്ല. ഒരു ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് വലിയ ആളുകളുമാണ്. സാംസങ് വലിയ ഫ്ലാഗ്ഷിപ്പ് ഇറക്കുന്നു, MIയുടെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളാണെന്ന് പറഞ്ഞ് കുറേ ഫോണുകൾ വരുന്നു. എന്താ പറയുക, OnePlus 7ൻ്റെ വരുന്നു, വിവോ വരുന്നു. ഭയങ്കര കോമ്പറ്റീഷൻ. ഇന്ത്യൻ മാർക്കറ്റുകളിൽ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി ഭയങ്കര കോമ്പറ്റീഷനിലേക്കാണ് മാറുന്നത്. ഇവിടെ ഒരു പ്രശ്നം Asus ZenFone 6 കാണിച്ചു. കാരണം ഇതിൻ്റെ ഡിസ്പ്ലേയിൽ വലിയൊരു കോംപ്രമൈസ് വരുത്തി എന്നുള്ളതാണ്. IPS LCD ഡിസ്പ്ലേ ആണ്. നമ്മളൊരു ഇമേജ് കാണുന്നത് അതിൻ്റെ പെർഫെക്റ്റ് ക്വാളിറ്റിയിലാണ് എന്നുണ്ടെങ്കിലാണ് നമുക്കത് താല്പര്യമുണ്ടാവുള്ളൂ. ബേസിക്കലി നമ്മളുടെ മലയാളികളായ സുഹൃത്തുക്കളും ഇന്ത്യക്കാരുടെയും സൈക്കോളജി മനസ്സിലാക്കിക്കൊണ്ടിട്ട് സൂപ്പർ AMO LED ആണ് ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റുകളിൽ പല കമ്പനികളും ഇറക്കുന്നത്. പക്ഷേ ആ ഒരു സെഗ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് വരാത്തിടത്തോളം കാലം ചില കാര്യങ്ങളിൽ ഈ ഒരു ഫോൺ വളരെ പുറകിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഫ്ലാഗ്ഷിപ്പ് സെഗ്മെൻറ്റിലേക്ക് വരുമ്പോൾ സൂപ്പർ AMO LED ഡിസ്പ്ലേ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. സാംസങ്ങിൻ്റെ പേറ്റൻറ്റോട് കൂടിയുള്ള ഡിസ്പ്ലേ ആണ്. ഏതൊരു സ്മാർട്ട് ഫോണിലും ആ ഒരു ഡിസ്പ്ലേ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആരുപയോഗിച്ചാലും സാംസങ്ങിന് പൈസ കൊടുക്കണം. ഒരു സ്മാർട്ട് ഫോണിൽ പല കമ്പനികളുടെ പല ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. മേ ബി അസൂസിൻ്റെ ഒരു ഇന്നോവേഷൻ മാത്രമായിരിക്കാം ഈ ഒരു ഫോൺ, പക്ഷേ വെണ്ടേഴ്സ് ഡിഫറെൻറ്റ് കമ്പനികളായിരിക്കും. അത് നമുക്ക് പല വീഡിയോകളിലൂടെയും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ്. IPS LCD ഡിസ്പ്ലേ ആയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഫിംഗർപ്രിന്റ് സെൻസർ ബാക്കിൽ Asus ZenFone 6ൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്? സൂപ്പർ AMO LED ഡിസ്പ്ലേ ആണെന്നത് മാത്രമാണ് ഇവിടെ ഒരു ഗ്രേഡ് ചെയ്തുകൊണ്ടിട്ട് അവിടെ ഫിംഗർ പ്രിന്റ് സെൻസർ അവർക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ഈ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ ഈ സാധനം പൊട്ടിപ്പോവും. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, IPS LCD ഡിസ്പ്ലേ എല്ലാ സ്മാർട്ട് ഫോണുകളിലെല്ലാം ഫിംഗർ പ്രിന്റ് സെൻസർ ബാക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത് ബാക്കിലേക്ക് മാറ്റിയത്. 1080x2340 പിക്സൽസ് ആണ് ഇതിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഗ്ലാസിനെ കുറിച്ച്. കോണിംഗ് ഗൊറില്ല ഗ്ലാസ് 6ൻ്റെ പ്രൊട്ടക്ഷൻ ഇതിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഒബിയസ്ലി അത്രയും കാര്യങ്ങളൊക്കെയാണ്. ഡിസ്പ്ലേ ഒരു ഫുൾ വിഷൻ ഡിസ്പ്ലേ നല്ലതാണ്. ക്യാമറയെക്കുറിച്ച് പല സുഹൃത്തുക്കളും അറിയാം, മോട്ടറൈസ്ഡ് ഫ്ലിപ്പ് ക്യാമറയാണ്. അതിലേക്ക് നമുക്ക് വരാം. അതിൻ്റെ പ്രശ്നങ്ങളും നന്മയും നമുക്ക് പറയാൻ സാധിക്കും. സോ ഇനി നമ്മൾ പറയുന്നത് ഇതിൻ്റെ പ്ലാറ്റ്ഫോം ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം 9 ആണ്. Qualcomm Snapdragon 855 7nm ചിപ്സെറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 7nm ചിപ്സെറ്റ് ഉപയോഗിച്ച മറ്റൊരു ഫോൺ നമ്മളുണ്ടായിരുന്നു. അത് വേറെ ഒരു പ്രോസസ്സറായിരുന്നു, പക്ഷേ 7nm ആയിരുന്നു. നമ്മുടെ നോട്ട് 10 പ്ലസ് 7nm ആയിരുന്നു. ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, Qualcomm കമ്പനിയുടെ സ്നാപ്ഡ്രാഗൺ സീരീസിലുള്ള 855 ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. GPU Adreno 640 ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗുഡ് പെർഫോമൻസ് വൈസ് ഈസ് വെരി ഗുഡ്. ഗെയിമിംഗ് കളിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനൊക്കെ Asus ZenFone 6 നമുക്ക്
പറ്റുമെന്നുള്ളതാണ്. ഇനി ഒബിയസ്ലി പല സുഹൃത്തുക്കളും കാർഡ് സ്ലോട്ടിനെ കുറിച്ച് പഠിക്കുമ്പോൾ 1 TB വരെ നമുക്ക് മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതും ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് സെഗ്മെന്റിന്റെ ഒരു പ്രത്യേകതയാണ്. 6GB, 64GB, 128GB, 6GB, 256GB, 8GB ഇത്രയും വേരിയന്റുകളിലാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടോട്ടലി ഇതിനകത്ത് പറയാൻ സാധിക്കുന്നത്. ക്യാമറ സെഗ്മെന്റിലേക്ക് വരുമ്പോൾ വലിയൊരു ഇന്നോവേഷൻ തന്നെയാണ് Asus ZenFone 6 കാഴ്ചവെച്ചത്. കാരണം വേറെ ഒന്നുമില്ല, ഫ്ലിപ്പ് ക്യാമറയുടെ ഒരു ടെക്നോളജി. സാധാരണ ഞാൻ പറഞ്ഞു പോപ്പപ്പ് ക്യാമറകൾ വന്നു, ഇപ്പോൾ ഫ്ലിപ്പ് ക്യാമറ, മോട്ടറൈസ്ഡ് റൊട്ടേഷൻ ക്യാമറയാണ് Asus Zen 6 വന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പൂർണ്ണമായിട്ടും ഞാൻ വിയോജിക്കുന്ന ഒരു കാര്യം, ഇതിനൊരു ലൈഫ് എന്ന് പറയുന്നത് ഒരു 1 ഇയറോളം ആയിരിക്കും ഇതിൻ്റെ ലൈഫ്. കാരണം ഈ ഒരു മോട്ടറൈസ്ഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു അഡീഷണൽ ആയിട്ട് ടെക്നോളജി വരികയും മേ ബി ഒരു വർഷം കഴിയുമ്പോൾ നമ്മളുടെ യൂസേജിനനുസരിച്ച് ഇതിന് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ മോട്ടറൈസ്ഡ് ടെക്നോളജി ഒരു പോപ്പപ്പ് ക്യാമറകളെ നമുക്കൊരു 1.5 ഇയർ കഴിഞ്ഞിട്ട് അതിൻ്റെ ലൈഫ് എത്രമാത്രം കസ്റ്റമറിന് പ്രയോജനകരമാകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് മോട്ടറൈസ്ഡ് ടെക്നോളജിയുള്ള ക്യാമറയാണ്. 48 MB 1.2 അപ്പാർച്ചർ, 13 MB 2.4 അപ്പാർച്ചറാണ്. പക്ഷേ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം വെരി ഗുഡ് എന്ന് പറയാൻ കാരണം ക്യാമറ ഇമേജിങ് സെൻസർ ക്വാളിറ്റിയൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. രണ്ടും ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം റിയർ ക്യാമറയും ഫ്രണ്ട് ക്യാമറയും ഒരേ പെർഫെക്റ്റ് ആയിട്ടുള്ള ക്വാളിറ്റിയിൽ കിട്ടുന്നു എന്നുള്ള വലിയ പ്രയോജനകര കാര്യമാണ്. കാരണം വീഡിയോ എടുക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റിയർ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷേ ഈ ക്യാമറയുടെ ക്വാളിറ്റി, ഇതിലെടുക്കുന്ന ക്യാമറയുടെ ക്വാളിറ്റി ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള വലിയ പ്രശ്നമാണ്. കാരണം അവിടെ സൂപ്പർ AMOLED LED ഡിസ്പ്ലേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കസ്റ്റമറെ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ ഒരാൾ പോയി ഫോട്ടോ എടുക്കുന്നു, കൊള്ളാം ഫോട്ടോ എടുത്ത്, പക്ഷേ അവർ പറയണേ ഇതിലൊരു രസമില്ല, ഇതിൽ ഫോട്ടോ കാണാം. ഈ ഒരു ക്യാമറയിലെടുത്ത് ഡിസ്പ്ലേയിൽ കാണുമ്പോൾ ഒരു പെർഫെക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഒരുപക്ഷെ ഈ ഒരു കാര്യത്തോട് നമ്മുടെ സുഹൃത്തുക്കൾ എങ്ങനെയാണ് യോജിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം. അതൊരു പക്ഷേ വാങ്ങിക്കാൻ പോകുന്ന ആളുകൾക്ക് വളരെയധികം പ്രയോജനകരമാവുകയും ചെയ്യും. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ ഒരു ക്യാമറയ്ക്ക് നൽകുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് പറയാൻ സാധിക്കും. ഫ്ലാഗ്ഷിപ്പ് സെഗ്മെന്റുകളിൽ ഒരു 40,000 45,000, ഇത് 35,000 താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്ന സെഗ്മെന്റുകളിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, അതായത് 2 തരം സ്റ്റെബിലൈസേഷൻ ഉണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷനും ഉണ്ട്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ഹാർഡ്വെയർ ആണ് അതിനായിട്ട് വർക്ക് ചെയ്യുന്നത്. EIS ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലെ സോഫ്റ്റ്വെയർ കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും നമ്മളൊരു ഫ്ലാഗ്ഷിപ്പ് സെഗ്മെന്റിലെ ഫോണുകൾ വാങ്ങിക്കുമ്പോൾ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ നമ്മുടെ ക്യാമറകൾക്ക് ഉണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ടുള്ള വിഷ്വൽ ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണത്തിന് ഷെയ്ക്ക് ഇല്ലാതെ ഒരു ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു ഇമേജിന് ഷെയ്ക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സഹായിക്കുന്നുണ്ട്. ഒരിക്കലും EIS ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അത്രയും വരികയില്ല എന്നുള്ളതും ഒരു പ്രശ്നം. അതുകൊണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ല. സോ അതൊരു പ്രശ്നമായിട്ട് പറയാം. പക്ഷേ പിക്ചർ ക്വാളിറ്റി വളരെ പെർഫെക്റ്റ് ആണ്. അത് ഒരു സൂപ്പർ AMOLED LED ഡിസ്പ്ലേ ഉള്ള ഏതെങ്കിലും ഒരു സെഗ്മെന്റിലേക്കോ ഏതെങ്കിലും ഒരു ക്യാമറയിലേക്കോ ആണ് നമ്മൾ കാണുന്നതെങ്കിൽ വളരെ നല്ലൊരു ക്വാളിറ്റി തന്നെ നമുക്ക് ഇമേജിന് നൽകുന്നുണ്ട്. വീഡിയോയിലേക്ക് വരുമ്പോൾ 4K റെസൊല്യൂഷൻ, ഫുൾ HD+, അങ്ങനെ പല ഡിഫറെൻറ്റ് സെഗ്മെന്റുകളിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ സുഹൃത്തുക്കളോട് പറയാട്ടോ, നമ്മൾ എടുക്കുന്ന വീഡിയോസ്, നമ്മൾ ഇത് പ്രദർശിപ്പിക്കുന്ന മീഡിയം വലിയൊരു ബിഗ് സ്ക്രീനിലേക്ക് നമ്മുടെ വിഷ്വലുകളെ മാറ്റുമ്പോഴാണ് എപ്പോഴും ആ ക്യാമറയിൽ എടുത്ത വിഷ്വലിന് ക്വാളിറ്റി ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. നമ്മളെടുക്കുന്ന മൊബൈൽ ഫോൺ തന്നെ കാണുമ്പോൾ എന്തായാലും അതിന് ക്വാളിറ്റി ഉണ്ടാകും. മറിച്ച് ഒരു TV-യിലേക്കോ ഒരു കമ്പ്യൂട്ടറിലേക്കോ മാറ്റി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാകുക. സോ വീഡിയോ ക്വാളിറ്റി 48 MBക്ക് പറ്റുന്ന ഒരു ക്വാളിറ്റി തന്നെയാണ്. കാരണം ഏതൊരു സ്മാർട്ട് ഫോണിലാണെന്നുണ്ടെങ്കിലും സെൻസർ ഉപയോഗിക്കുന്നത് സോണിയുടെ സെൻസറാണ്. നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ക്യാമറകളിൽ കിങ് എന്ന് പറയുന്നത് സോണിയാണ്. സോണി ജാപ്പനീസ് ആണ്, ഒരു സംശയമില്ല. ഇവരുടെ ഇമേജ് സെൻസറുകളാണ് എല്ലാ സ്മാർട്ട് ഫോൺസിലും ഉപയോഗിക്കുന്നത്. സാംസങ് മാത്രമാണ് അവരുടെ ഇമേജ് സെൻസർ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഓപ്പോ ഫോൺ എടുത്തോളൂ, വിവോ ഫോൺ എടുത്തോളൂ, OnePlusന്റെ ഫോൺ എടുത്തോളൂ, ഏതൊരു ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിച്ചിരിക്കുന്ന
സെൻസർ എന്ന് പറയുന്നത് മറ്റ് കമ്പനികളുടെയാണ്. ഡിസ്പ്ലേ സൂപ്പർ ആമോ LED ആണെങ്കിൽ സാംസങ്ങിൻ്റെ ആയിരിക്കാം. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ ഇമേജ് സെൻസർ സോണിയുടെ ആയിരിക്കും. ഇതൊരു കമ്പനിയും ഹൈലൈറ്റ് ചെയ്യില്ല, കാരണം അവരെന്തിനാ മറ്റു കമ്പനികളെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇതുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. ഇനി മറ്റൊരു സെഗ്മെന്റിലേക്ക് നമുക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 4K റെസൊല്യൂഷനിലേക്ക് വീഡിയോ എടുക്കുമ്പോൾ വളരെ വലിയൊരു ക്വാളിറ്റി നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. ഓക്കെ ആണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ചാർജിങ്ങിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു ഹൈലൈറ്റ് ഉണ്ട്, കാരണം 5000 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് Asus ZenFone 6 നൽകുന്നത്. 18 വോൾട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറുമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ചാർജ് ആകാനൊക്കെ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. 2 വേരിയന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്, മിഡ് നൈറ്റ് ബ്ലാക്ക്, ട്വൈലൈറ്റ് സിൽവർ. എൻ്റെ കയ്യിലിരിക്കുന്നത് മിഡ് നൈറ്റ് ബ്ലാക്ക് എന്ന സെഗ്മെന്റിൽപ്പെട്ടതാണ്. USB Type-C ആണ് ഇതിൻ്റെ ചാർജിങ് പോർട്ടായിട്ട് വരികയും ചെയ്യുന്നത്. സോ ഓവറോൾ നമുക്കിതിൻ്റെ ഒരു വളരെ ബെനിഫിറ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്, IPS LCD ഡിസ്പ്ലേ മാറ്റി സൂപ്പർ ആമോ LED ഡിസ്പ്ലേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ക്യാമറ, ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ പറ്റും. ഇപ്പോൾ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് ഇസ് വെരി പെർഫെക്റ്റ് ആണ്, നല്ല ക്യാമറയാണ്. മോട്ടറൈസ്ഡ് ആയതിൻ്റെ പ്രശ്നം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ മോട്ടറൈസ്ഡ് ആകുമ്പോൾ എത്രമാത്രം ലൈഫ് ഉണ്ട് എന്ന കാര്യം നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ റിയർ ക്യാമറയിലും ഫ്രണ്ട് ക്യാമറയിലും എടുക്കുന്ന വിഷ്വൽ ക്വാളിറ്റി സെയിം തന്നെയാണ്, കാരണം അത് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് പറയാം. കോണിക് ഗൊറില്ല ഗ്ലാസ് 6ന്റെ പ്രൊട്ടക്ഷൻ ഇതിൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഫ്രണ്ടിലാണ്, ബാക്കിലും ഗ്ലാസ്സിലും, പക്ഷെ അവിടെ 6 പ്രൊട്ടക്ഷൻ ഒന്നുമില്ല. കോണിക് ഗൊറില്ല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ മാത്രമാണുള്ളത്. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടെന്ന് കമന്റ് ചെയ്യുക. വാങ്ങിക്കാൻ പോകുന്ന ആൾക്കാർക്ക് ഇതൊരു സഹായകരമാകുകയും ചെയ്യട്ടെ. മറ്റു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.